യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. ആദ്യം നമുക്ക് യൂണിഫോം മോഷൻ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു കാറ് കൺസിഡർ ചെയ്യുക. ഈ കാറ് O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ടോട്ടൽ 16 മീറ്റർ ട്രാവൽ ചെയ്യുന്നു 8 സെക്കൻഡ് കൊണ്ട്. അതാദ്യം Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർ 2 seconds ഇറ്റ് റീച്ചസ് എ പോയിന്റ് A. 4 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് A എന്ന് പറയുന്നൊരു പോയിന്റിലെത്തി. ഇനി അടുത്ത 2 സെക്കൻഡിൽ ഇറ്റ് റീച്ചസ് എ പോയിന്റ് B കവറിങ് 4 മീറ്റർ ഫ്രം A. അതായത് അടുത്ത 2 സെക്കൻഡിൽ അത് 4 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ Oയിൽ നിന്ന് ടോട്ടൽ 8 മീറ്റർ ട്രാവൽ ചെയ്തു. ഇനി Bയിൽ നിന്ന് Cയിലേക്ക് അടുത്ത 2 സെക്കൻഡിൽ വീണ്ടും അത് 4 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അതേപോലെ തന്നെ Cയിൽ നിന്ന് Dയിലേക്ക് അടുത്ത 2 സെക്കൻഡിൽ 4 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ അത് 16 മീറ്റർ കവർ ചെയ്തു ഇൻ 8 സെക്കൻഡ്സ്. ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് ഓരോ 2 സെക്കൻഡിലും ഓരോ 2 സെക്കൻഡിലും ഇറ്റ് കവേഴ്സ് 4 മീറ്റർ ഡിസ്റ്റൻസസ്. ആദ്യത്തെ 2 സെക്കൻഡിൽ അത് 4 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത നെക്സ്റ്റ് 2 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ 4 മീറ്റർ ട്രാവൽ ചെയ്തു. അതേപോലെ ഓരോ 2 സെക്കൻഡിലും അത് 4 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് കാർ ഹാഡ് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് നോൺ ആസ് യൂണിഫോം മോഷൻ. അപ്പോൾ നമുക്ക് യൂണിഫോം മോഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A body is said to be in uniform motion if it covers equal distances in equal intervals of time. If a body is said to be in uniform motion if it covers equal distances in equal intervals of time. Next, non-uniform motion എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് again this car consider ചെയ്യുക. Moves from one position to another position 25 മീറ്റർ കവർ ചെയ്യുന്നു. ഇത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം ടൈം ഇൻ്റർവെൽ ഇവിടെ എടുക്കുകയാണ് 2 സെക്കൻഡിൽ. ആദ്യത്തെ 2 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ ഇറ്റ് ട്രാവൽസ് 1 മീറ്റർ A എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇനി Aയിൽ നിന്ന് Bയിലേക്ക് എത്തുന്ന ടൈം 2 സെക്കൻഡ് ടൈം ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ടൈം ഇൻ്റർവെല്ലിൽ ഇറ്റ് കവേഴ്സ് 9 മീറ്റർ. അതായത് Oയിൽ നിന്ന് 10 മീറ്റർ ആണ്. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ് 1 മീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ആ 9 മീറ്റർ ട്രാവൽ ചെയ്തു. അവിടെ 2 സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ 9 മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇനി അടുത്ത 2 സെക്കൻഡിൽ ഇറ്റ് കവേഴ്സ് 15 മീറ്റർ. അങ്ങനെ ടോട്ടൽ 25 മീറ്റർ കവർ ചെയ്തു ഇൻ 6 സെക്കൻഡ്സ്. പക്ഷേ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് അല്ലേ. അപ്പോൾ it travels unequal distances in equal intervals of time. ആ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ്. ഒരേ ഇൻ്റർവെല്ലിൽ അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ് അത് ട്രാവൽ ചെയ്തത്. ഇങ്ങനെയുള്ള മോഷൻ പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. നമ്മൾ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറഞ്ഞു അല്ലേ. യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ if it covers equal distances in equal intervals of time. ഇനി യൂണിഫോം വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിലോ a body is said to have uniform velocity if it covers equal displacements in equal intervals of time. Equal intervals of timeൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ that body is said to have uniform velocity. ഒരു കാറ് 50 km/h ട്രാവൽ ചെയ്തു. അതിൻ്റെ സ്പീഡ് 50 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ ഒരു അവറിൽ അത് 50 km തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കറക്റ്റ്? അതായത് സ്പീഡ് കറക്റ്റ് 50 km/h ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? ഇല്ല അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്പീഡ് 0 ആണ് അല്ലേ. ഇനി അത് സ്ലോലി ഇറ്റ് അറ്റെയിൻസ് എ സ്പീഡ് ഓഫ് 50 km/h. നമ്മൾ പതുക്കെ ഒരു 10, 20, 30, 40 അങ്ങനെ 50 km/h എത്തി എന്ന് വിചാരിക്കുക.
ഇനി അതൊരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ, അതായത് ഹൈവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ 50 km/h നമ്മൾക്ക് അതേ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷെ പെട്ടെന്ന് ഒരാൾ വട്ടം ചാടി നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നു, അല്ലെങ്കിൽ സിഗ്നൽ വന്നു എന്ന് വിചാരിക്കുക, റെഡ് സിഗ്നൽ വന്നു, നമ്മൾ എന്ത് ചെയ്യും? കാർ സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ വീണ്ടും വെലോസിറ്റി 0 ഇല്ലേ, സ്പീഡ് 0 ഇല്ലേ? ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും അറ്റൈൻസ് സ്പീഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പല സമയത്തും പല സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 50 km/h ട്രാവൽ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പുതിയൊരു ടേം വരികയാണ്, അതാണ് ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് എന്തെന്നാണ്? ഇപ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പറിൽ ആദ്യം ഒരു ടെസ്റ്റ് പേപ്പർ എടുത്തു മിസ്സ്, അപ്പോൾ അതിനൊരു 10ൽ 5 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പനിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പഠിച്ച് 10ൽ 10 മാർക്കും വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് മാർക്ക് നമ്മളെങ്ങനെ പറയുക? ടോട്ടൽ മാർക്ക് എടുക്കുമ്പോൾ ഒരു ആവറേജ് മാർക്കാണ് എടുക്കുക അല്ലേ? അതേപോലെ നമ്മൾ ഈ സ്പീഡിൻ്റെ കൺസെപ്റ്റിലും നമ്മളവിടെ ഒരു ആവറേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയാണ്. അപ്പോൾ ഈ സ്പീഡിൻ്റെ കേസിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. അപ്പോൾ നമുക്കിവിടെ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദാറ്റ് ഡിസ്റ്റൻസ്. അതായത് ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത ടൈം, ആ ടൈം കൊണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്താൽ ആവറേജ് സ്പീഡ് കിട്ടും. അതായത് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഈ എക്സാമ്പിളിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു 200 km ആണെന്ന് വിചാരിക്കുക. ആ 200 km ട്രാവൽ ചെയ്യാനെടുത്ത ടൈം 4 hours ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതായത് 200/4. അപ്പോൾ 50 km/h എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് അവിടെ ആവറേജ് സ്പീഡാണ് 50 km/h എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് അതിൻ്റെ യൂണിറ്റ് km/h ആണ് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്പീഡോമീറ്ററിൽ നമുക്ക് കാണിക്കുന്നത് ആ സ്പീഡ് ആവറേജ് സ്പീഡാണോ? അതായത് നമ്മൾ ആദ്യം കാറ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്പീഡ് ഒരു 20 km/h സ്പീഡായി എന്ന് വിചാരിക്കുക. ആ സമയത്ത് സ്പീഡോമീറ്ററിൽ 20 km/h ആണ് കാണിക്കുക. അടുത്തൊരു ടൈമിൽ അത് 30 km/h കാണിക്കുന്നു, പിന്നെ അടുത്തൊരു ടൈമിൽ 50 km/h കാണിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡോമീറ്റർ കാണിക്കുന്നത് ആവറേജ് സ്പീഡാണോ? അല്ല. സ്പീഡോമീറ്റർ ഷോസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഉള്ള സ്പീഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇഫ് എ സ്പീഡോമീറ്റർ ഷോസ് 30 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം കാർ ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 30 km/h. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ: സപ്പോസ് എ ബസ് ട്രാവൽസ് first 240 km with a speed of 80 km/h and next 360 km with a speed of 90 km/h. What is its average speed? അത് ഈ ബസ് ഫസ്റ്റ് 240 km ഡിസ്റ്റൻസ് 80 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അടുത്ത 360 km വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് 2 സെക്ഷൻ ആക്കാം. ഫോർ ഫസ്റ്റ് 240 km, അതായത് 240 km ട്രാവൽ ചെയ്ത് അവിടെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസും ടൈമുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 പാർട്ടിൻ്റെയും ടൈം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ആദ്യം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? 240 km. ടൈം നമുക്കറിയില്ല. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു
ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇപ്പോൾ 240/80 എന്ന് കിട്ടും. അപ്പോൾ 3 hours എന്ന് കിട്ടി. അടുത്ത 360 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് 90 km/h. അപ്പോൾ അവിടെയും ഇതേപോലെ ടൈം ഈസ് ഈക്വൽ ടു 360/90 കിട്ടും. 4 hours കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് ആവറേജ് സ്പീഡ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ട്രാവൽ ചെയ്ത് 240 km പ്ലസ് 360 km, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 600 km എന്ന് കിട്ടി. ടോട്ടൽ ടൈം ടേക്കൺ എന്താണ്? ആദ്യത്തെ പാർട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം 3 hours, നെക്സ്റ്റ് 4 hours ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 + 4 7 hours എന്ന് കിട്ടി. ഇനി ആവറേജ് സ്പീഡ് അപ്പോൾ നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 600/7 എന്ന് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കാമല്ലോ. നമുക്ക് 85.71 km/h എന്ന് കിട്ടി. അടുത്തൊരു പ്രോബ്ലം നോക്കാം. A car covers first half of the total distance with a speed of 36 km/h and the next half with a speed of 54 km/h. Find the average speed of the car. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ, അതായത് ഈ ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്, അതായത് പകുതി ട്രാവൽ ചെയ്ത കാര്യമാണ് പറയണത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ സെപ്പറേറ്റ് ടൈമും ഡിസ്റ്റൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2v1 v2/v1 + v2 എന്നാണ്. v1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്ത വെലോസിറ്റി, v2 എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ട്രാവൽ ചെയ്ത വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. അപ്പോൾ നമുക്ക് 2v1 v2/v1 + v2 ആണ് ഇക്വേഷൻ. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. v1 എന്ന് പറയുന്നത് 36 km/h, v2 എന്ന് പറഞ്ഞാൽ 54 km/h. അപ്പോൾ 2v1 v2/v1 + v2 എന്ന് പറയുമ്പോൾ 2 × 36 × 54 / 36 + 54 എന്ന് കിട്ടും. ഇതിൽ ചെയ്യുമ്പോൾ ആൻസർ 43.2 km/h. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസാണ് ആവറേജ് സ്പീഡിന് വരാറുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ? നമ്മൾ കാറിൽ വണ്ടിക്കൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട് ആക്സലറേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒരു ഫസ്റ്റ് കേസ്, കാർ is moving with a constant speed of 80 km/h in a straight line. അതായത് സ്ട്രെയിറ്റ് റോഡിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് 80 km/h കോൺസ്റ്റൻറ്റ് സ്പീഡോടുകൂടി ഒരു കാർ മൂവ് ചെയ്യുന്നു. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പിക്ചർ നോക്കുക. അത് ഒരു എയറോപ്ലെയിനാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡോടുകൂടി ഒരു സ്ട്രെയിറ്റ് ആയിട്ട് 1000 km/h ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കേസിലും ഏതിലാണ് ആക്സലറേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ള കേസ് ഏതാണ്? ഇതിൽ ഈ രണ്ട് കേസിലും ഇൻ വിച്ച് കേസ് ഡു യു തിങ്ക് ആക്സലറേഷൻ ഈസ് ഇൻവോൾവ്? നോ ആക്സലറേഷൻ, അല്ലേ? അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡോടുകൂടി മൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആക്സലറേഷൻ ഇല്ല. ഞാൻ ആ എക്സാമ്പിൾസ് പറയാൻ കാരണം പലരുടെയും മനസ്സിൽ ആക്സലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് എന്നുള്ളൊരു ഇതാണ് മനസ്സിൽ വരുന്നത്, അല്ലേ? ഹൈ സ്പീഡ് എന്നുള്ളതല്ല ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ദർ ഇസ് ആക്സലറേഷൻ. വെലോസിറ്റിയിൽ ചേഞ്ച് വന്നാൽ അവിടെ ആക്സലറേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ പഠിച്ചു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അല്ലേ? സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡിൻ്റെ കൂടെ ഡയറക്ഷൻ, അതായത് സ്പീഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ എന്നുള്ളതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ബോഡി 0 km/h, അതായത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് 5 സെക്കൻഡ് കൊണ്ട് 20 km/h സ്പീഡ് അറ്റൈൻ ചെയ്തു. 5 സെക്കൻഡ് കൊണ്ട് 20 km/h സ്പീഡിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യല്ലേ? അതായത് വെലോസിറ്റി ചേഞ്ചസ് ഹിയർ, സ്പീഡ് ചേഞ്ചസ് ഫ്രം 0 to 20 km/h. അതായത് അതിൻ്റെ സ്പീഡ് 0 km/h നിന്ന് 20 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരികയാണ്. സോ ദർ ഈസ് ആക്സലറേഷൻ.
ഇനി വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ബോഡി 30 km/h ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അതേ സ്പീഡിൽ തന്നെ പക്ഷെ മൂവ് ചെയ്യുന്നത് 30 km/h തന്നെ അത് പക്ഷെ അവിടെ ഡയറക്ഷൻ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടോ? യെസ്. അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡോട് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിലും സിൻസ് ദർ ഇസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ദർ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. സ്പീഡിൽ ചേഞ്ച് വന്നാലും വെലോസിറ്റിയിൽ ചേഞ്ച് വന്നു, അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ട്. അതേപോലെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നാലും അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ ദർ ഈസ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. ആക്സലറേഷൻ്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി യു ആണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. അത് ടി എന്ന് പറയുന്ന ടൈമിൽ അതിൻ്റെ വെലോസിറ്റി ചേഞ്ചസ് ടു വി എന്ന് പറയുന്നതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ആക്സലറേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആൻഡ് ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിൽ അതായത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പർട്ടിക്കുലർ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നതാണ്. അതായത് പോസിറ്റീവ് വെലോസിറ്റി കൂടുന്ന കേസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ഇനി കാറ് നമ്മൾ പോകുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കൂടിയ വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള കേസിൽ നെഗറ്റീവ് ആക്സലറേഷനാണ്. അതിന് പറയുന്ന പേര് ഡീസലറേഷൻ അല്ലെങ്കിൽ റീറ്റാർഡേഷൻ. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലറേഷൻ അല്ലെങ്കിൽ റീറ്റാർഡേഷൻ.